സൂര്യൻ പെട്ടെന്ന് അപ്രത്യക്ഷമായാൽ തൽക്ഷണം ഭൂമി മുഴുവൻ ഇരുട്ടിലാവുമോ? യഥാർത്ഥത്തിൽ സൂര്യൻ അപ്രത്യക്ഷമായാലും കണ്ണ് ചിമ്മുന്നത് പോലെ അങ്ങനെയൊന്നും സംഭവിക്കില്ല. സൂര്യൻ ഇല്ലാതായാലും സൂര്യനിൽ നിന്നുള്ള പ്രകാശം ആദ്യത്തെ 8 മിനിറ്റ് 20 സെക്കൻഡ് എടുക്കും ഭൂമിയിലെത്താൻ. ആ ഒരു സമയം നമുക്ക് മനസ്സിലാവില്ല സൂര്യൻ അപ്രത്യക്ഷമായതാണോ അവിടെ തന്നെ ഉണ്ടോ എന്നുള്ളത്. എന്നാൽ സൂര്യൻ അപ്രത്യക്ഷമാകുന്ന തൽക്ഷണം തന്നെ മറ്റൊരു കാര്യം സംഭവിക്കും. ഭൂമിയുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അത് നഷ്ടപ്പെടും. അതിൻ്റെ കൂടെ തന്നെ ഭൂമിയുടെ ഭ്രമണം ഒരു നേർരേഖയിലേക്ക് മാറും. അങ്ങനെ സംഭവിച്ചാൽ ഏകദേശം 1000-1500 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന സമുദ്രങ്ങൾ ഐസായതുപോലെ വീണ്ടും മരവിച്ച് ഐസാവും. അന്തരീക്ഷം തകരുന്നതോടുകൂടി ഭൂമി ഒരു തണുത്തുറഞ്ഞ മഞ്ഞുഗോളമായിട്ട് മാറും. പിന്നീട് ഈ മിൽക്കി വേയിൽ നിലനിൽക്കുന്ന എല്ലാ വസ്തുക്കളും അതിൻ്റെ ഭ്രമണപഥത്തിൽ നിന്ന് തെന്നിമാറി പുതിയൊരു യാത്ര തുടങ്ങും. ഭാഗ്യമുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പുതിയ നക്ഷത്രത്തിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ അടിസ്ഥാനമാക്കി മറ്റൊരു സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഭൂമിയിലുള്ളവരോ? ടെക്നോളജി അന്ന് അത്രയധികം അപ്ഗ്രേഡ് ആയിട്ടുണ്ടെങ്കിൽ, ഭൂമിയിലുള്ള എല്ലാ റിസോഴ്സസിനെയും മനുഷ്യൻ ഉപയോഗിക്കാൻ പ്രാപ്തരായിട്ടുണ്ടെങ്കിൽ, ഭൂമിയുടെ കാമ്പിൽ അതിലെ താപം ആണവ ഇന്ധനമാക്കി അതിജീവനത്തിൻ്റെ പുതിയൊരു വാതിൽ അവിടെ തുറക്കും.